നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അധ്യായം 11 ഇന്ത്യയും സാമ്പത്തികാസൂത്രണവും, ഇന്ത്യ ആൻഡ് ഇക്കണോമിക് പ്ലാനിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? എന്താണ് സാമ്പത്തികാസൂത്രണം അഥവാ ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് സാമ്പത്തികാസൂത്രണം? ലഭ്യമായ വിഭവങ്ങളെ കാര്യക്ഷമമായി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സുപ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു മുന്നൊരുക്കത്തെയാണ് സാമ്പത്തികാസൂത്രണം അഥവാ ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് വിളിക്കുന്നത്. പിന്നീട് നമ്മൾ എന്ത് മനസ്സിലാക്കി? ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ ചരിത്രം മനസ്സിലാക്കി. ഇന്ത്യൻ സമൂഹത്തിന്റെയും ഇന്ത്യൻ സമ്പദ്ഘടനയുടെയും പൊതുവായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നും പരിചയപ്പെട്ടു. ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. വളർച്ച അഥവാ ഗ്രോത്ത്, ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ, സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ്, തുല്യത അഥവാ ഇക്വാലിറ്റി. ഇവ 4ഉം നേടിയെടുക്കാനാണ് ഇന്ത്യൻ സാമ്പത്തികാസൂത്രണം ലക്ഷ്യമിടുന്നത്. വളർച്ച എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സാമ്പത്തിക വളർച്ച, ഇക്കണോമിക് ഗ്രോത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇക്കോണമിയിലെ, സമ്പദ് വ്യവസ്ഥയിലെ ഡിഫറെന്റ് സെക്ടേഴ്സിൽ നിന്നുള്ള, അതായത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെയുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇക്കണോമിക് ഗ്രോത്ത് അഥവാ സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ 2ാമത്തെ ലക്ഷ്യമായിട്ടുള്ള ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി അല്ലെ. സമ്പദ് വ്യവസ്ഥയില് നൂതന സാങ്കേതിക വിദ്യയുടെയും യന്ത്രങ്ങളുടെയും ഉപയോഗപ്പെടുത്തലിനെയാണ് മോഡേണൈസേഷൻ അഥവാ ആധുനികവൽക്കരണം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ് എന്നാണ്. സ്വാശ്രയത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കുക, സ്വയം പര്യാപ്തത, സെൽഫ് സഫിഷ്യൻസി നേടുക, ഡിപ്പെൻഡൻസി ഒഴിവാക്കുക, മറ്റാൾക്കാരെ ആശ്രയിക്കാതെ, വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മൾക്ക് വേണ്ടുന്ന സാധനങ്ങളും സേവനങ്ങളും നമ്മളുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ, തുല്യത അഥവാ ഇക്വാലിറ്റി ആണ് ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ മറ്റൊരു ലക്ഷ്യം. പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം തന്നെ വിവേചനങ്ങളില്ലാതെ ഉറപ്പാക്കുക എന്നതാണ് തുല്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പൗരനും വിവേചനം അനുഭവിക്കേണ്ടി വരരുത്. സമ്പത്ത്, വിഭവങ്ങൾ എന്നിവ വിവേചനങ്ങളില്ലാതെ വിതരണം ചെയ്യപ്പെടുക എന്നതാണ് തുല്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കാനുണ്ടായത് അല്ലെ. ഇന്ത്യൻ സാമ്പത്തികാസൂത്രണവുമായി ബന്ധപ്പെട്ട് 1950 മാർച്ച് 15 എന്ന തീയതിയുടെ പ്രാധാന്യം എന്താണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കാം. ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ട പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാനാണ് ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. കേന്ദ്രമന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ, ഒരു റെസല്യൂഷനിലൂടെയാണ് പ്ലാനിംഗ് കമ്മീഷന് രൂപം നൽകുന്നത്. കേന്ദ്രമന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത്. അതായത് പ്ലാനിംഗ് കമ്മീഷൻ എന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അതായത് പ്ലാനിംഗ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. പ്ലാനിംഗ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. പ്ലാനിംഗ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. പ്ലാനിംഗ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. ഇത് നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കേണ്ട പോയിന്റ്സ് ആണ്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. അത് പ്രത്യേകം ഓർക്കുക. പ്ലാനിംഗ് കമ്മീഷൻ എന്നത് ഒരു ഉപദേശക സമിതിയാണ്.
പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അതായത് പ്ലാനിംഗ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. പ്ലാനിംഗ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. അത് തെറ്റിക്കരുത് കേട്ടോ, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഭരണഘടനാ പദവിയുള്ള സ്ഥാപനം അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭരണഘടന നിർദ്ദേശിക്കുന്നതിലൂടെ രൂപീകരിച്ച ഒരു സ്ഥാപനം അല്ലെങ്കിൽ സംവിധാനമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഭരണഘടനാ പദവിയുള്ള സ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷന്റെ കേസിൽ ഭരണഘടനയുടെ നിർദ്ദേശപ്രകാരമല്ല പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത്. നമ്മളുടെ ഒരു പ്രത്യേക ആവശ്യം, പ്രത്യേക താല്പര്യം നിറവേറ്റാൻ വേണ്ടി പ്രമേയത്തിലൂടെ രൂപീകരിച്ച ഒരു സ്ഥാപനമാണ് പ്ലാനിംഗ് കമ്മീഷൻ. അതുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ പദവി ഇല്ലാത്ത സ്ഥാപനമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഭരണഘടനാ പദവി ഇല്ലാത്ത സ്ഥാപനമാണ്. പിന്നെ എന്താണ് നിയമാനുസൃത സമിതി അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബോഡി? നിയമാനുസൃത സമിതി അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാൽ എന്താണ്? ആ പേര് സൂചിപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ഒരു നിയമം വഴി സ്ഥാപിച്ച സ്ഥാപനത്തെ അല്ലെങ്കിൽ സംവിധാനത്തിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമാനുസൃത സമിതി എന്ന് വിളിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു നിയമം മൂലം രൂപീകരിച്ച സംവിധാനമല്ല. പ്ലാനിംഗ് കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു നിയമവും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു നിയമാനുസൃത സമിതി അല്ല. പിന്നെ എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ? പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്, ഒരു അഡ്വൈസറി ബോഡിയാണ്. അതുകൊണ്ടാണ് ഒരു പ്രമേയത്തിലൂടെ കൊണ്ടുവന്നത്. ഒരു പ്രമേയത്തിലൂടെ രൂപീകരിക്കുന്നതൊക്കെയും ഏകദേശം ഒരു ഉപദേശക സമിതി ആയിരിക്കും, അത്തരത്തിലുള്ള സമിതികളായിരിക്കും. കേന്ദ്രമന്ത്രിസഭ അത് ഒരു എക്സിക്യൂട്ടീവ് റെസല്യൂഷൻ, ഒരു പ്രമേയത്തിലൂടെ രൂപീകരിക്കുന്ന സമിതികളൊക്കെയാണ് അഡ്വൈസറി ബോഡീസ് എന്നൊക്കെ ഈ പറയുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷനും ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്രമന്ത്രിസഭ നിർദ്ദേശിക്കുന്ന ആസൂത്രണ കമ്മീഷൻ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യയുടെ ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ആരൊക്കെ ഉൾപ്പെടുന്നതാണ്? പ്രധാനമന്ത്രി, പിന്നെ ഒരു ഉപാധ്യക്ഷൻ, പിന്നെ കേന്ദ്രമന്ത്രിസഭ നിയമിക്കുന്ന ആസൂത്രണ കമ്മീഷൻ അംഗങ്ങൾ. ഇപ്പൊ പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ. ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മുഴുവൻ സമയ അംഗം ഉണ്ടായിരിക്കും. അതുകൂടാതെ കേന്ദ്രമന്ത്രിസഭ നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ, അധ്യക്ഷനായത്. ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ അഥവാ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയാണ് ആദ്യ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ, ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത്. അല്ലെ, ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ അഥവാ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു, അന്നത്തെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരിക. ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ, ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. വികസന പദ്ധതികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും വികസന പദ്ധതികൾ അംഗീകരിക്കുന്നതിനും ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൂടി 1952 ഓഗസ്റ്റ് 6 നിലവിൽ വന്നു. ഓർക്കുക, 1952 ഓഗസ്റ്റ് 6 ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകൃതമായത്. വികസന പദ്ധതികൾക്ക് മാർഗനിർദ്ദേശം നൽകാനും പ്ലാനിംഗ് കമ്മീഷൻ തയ്യാറാക്കുന്ന വികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകാനുമായിട്ടാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വരുന്നത്. പ്രധാനമന്ത്രി, ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ, ആസൂത്രണ കമ്മീഷൻ അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടുന്നതായിരുന്നു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ ദേശീയ വികസന സമിതി. സോവിയറ്റ് യൂണിയൻ നടപ്പിലാക്കിയ ദേശീയാസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യയും സ്വീകരിച്ചത്. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയാണ് ആ മാതൃക ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടത്. പഞ്ചവത്സര പദ്ധതികളായിട്ടാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത്. ഒരു പ്രത്യേക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുക എന്നതാണ്
പഞ്ചവത്സര പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർക്കുക, എന്താണ് പഞ്ചവത്സര പദ്ധതി? ഒരു പ്രത്യേക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് 5 വർഷത്തിനുള്ളിൽ ആ ലക്ഷ്യം നേടിയെടുക്കുക എന്നതാണ് പഞ്ചവത്സര പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികൾ ആദ്യമായി അവതരിപ്പിച്ചത് സോവിയറ്റ് യൂണിയനിലാണ്. ജോസഫ് സ്റ്റാലിനാണ് പഞ്ചവത്സര പദ്ധതികൾ ആദ്യമായി തയ്യാറാക്കിയത്. പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സോവിയറ്റ് യൂണിയനിലെ ഭരണാധികാരിയായിട്ടുള്ള ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? ജോസഫ് സ്റ്റാലിൻ. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് ഉണ്ടായത്. പിന്നീട് ഒരു കാര്യം ഓർക്കുക, 2014 പ്ലാനിംഗ് കമ്മീഷൻ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പ്ലാനിംഗ് കമ്മീഷന് പകരം പിന്നീട് ഒരു പുതിയ സംവിധാനം നിലവിൽ വരികയാണ് ഉണ്ടായത്. പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് ആയിരുന്നു. അവസാനത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷനായത് മൊണ്ടേക് സിംഗ് അലുവാലിയ ആയിരുന്നു. ഓർക്കുക, 1950 മാർച്ച് 15 പ്രവർത്തനം ആരംഭിച്ച പ്ലാനിംഗ് കമ്മീഷൻ 2014 വരെയാണ് പ്രവർത്തിച്ചത്. 2014 പ്ലാനിംഗ് കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് പുതിയൊരു സംവിധാനം നിലവിൽ വരികയും ചെയ്തു. ആസൂത്രണ കമ്മീഷനെ കുറിച്ച് ഏതാനും ധാരണകൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് കരുതുന്നു. ഇനിയൊരു പഠന പ്രവർത്തനമാണ്. നമ്മൾക്ക് പരിചയമുള്ള ചില സംവിധാനങ്ങളുടെ, ചില സ്ഥാപനങ്ങളുടെ പേരുകൾ ഞാൻ നൽകുന്നുണ്ട്. അവയെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അഥവാ ഭരണഘടനാ പദവിയുള്ള സ്ഥാപനങ്ങളെന്നും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഭരണഘടനാ പദവി ഇല്ലാത്ത സ്ഥാപനങ്ങളെന്നും പട്ടികപ്പെടുത്തുക. സ്ക്രീനിൽ ഇതാ ചില സ്ഥാപനങ്ങളുടെ, ചില സംവിധാനങ്ങളുടെ പേരുകൾ ഞാൻ നൽകുന്നുണ്ട്. അത് വായിച്ച് അവയെ ഭരണഘടനാ പദവിയുള്ള സ്ഥാപനങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അഥവാ ഭരണഘടനാ പദവി ഇല്ലാത്ത സ്ഥാപനങ്ങളെന്നും പട്ടികപ്പെടുത്തൂ. ിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളെ ഭരണഘടനാ പദവിയുള്ള സ്ഥാപനങ്ങളെന്നും ഭരണഘടനാ പദവി ഇല്ലാത്ത സ്ഥാപനങ്ങളെന്നും പട്ടികപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് കരുതുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ കണ്ടെത്തലുകൾ? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അഥവാ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ പദവിയുള്ള സ്ഥാപനങ്ങൾ: ഇലക്ഷൻ കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, CAG അഥവാ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ് അഥവാ സംസ്ഥാന അഡ്വക്കേറ്റ് ജനറൽ, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉദ്യോഗസ്ഥൻ. ഇവയെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അഥവാ ഭരണഘടനാ പദവിയുള്ള സ്ഥാപനങ്ങൾ. ഇനി ഏതെല്ലാമാണ് ഭരണഘടനാ പദവി ഇല്ലാത്ത സ്ഥാപനങ്ങൾ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അഥവാ ഭരണഘടനാ പദവി ഇല്ലാത്ത സ്ഥാപനങ്ങൾ: ആസൂത്രണ കമ്മീഷൻ, നീതി ആയോഗ്, ദേശീയ വികസന സമിതി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, CBI, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ ആൻഡ് ലോകായുക്ത, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഇവയാണ് ഭരണഘടനാ പദവി ഇല്ലാത്ത സ്ഥാപനങ്ങൾ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അപ്പോൾ ഏതെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നും ഏതെല്ലാമാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നും തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് കരുതുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത് ഭരണഘടന നിർദ്ദേശിക്കുന്നത് പ്രകാരം സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയുമാണ്
ഭരണഘടനാ പദവിയുള്ള സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വിളിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഡിറൈവ്സ് ദെയർ പവർ ആൻഡ് അതോറിറ്റി ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ പദവി ഇല്ലാത്ത സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിസഭ ചില നിയമങ്ങളിലൂടെയോ അല്ലെങ്കിൽ ചില പ്രമേയങ്ങളിലൂടെയോ രൂപീകരിക്കുന്ന സംവിധാനങ്ങളോ സ്ഥാപനങ്ങളോ ആയിരിക്കും. ഇനി നമുക്ക് ആസൂത്രണ കമ്മീഷന് പകരം വന്ന സംവിധാനത്തെക്കുറിച്ച്, സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. 2014 ആസൂത്രണ കമ്മീഷൻ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. ആസൂത്രണ കമ്മീഷന് പകരം വന്ന സംവിധാനമാണ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിന്റെ മുഴുവൻ പേര്. 2015 ജനുവരി 1 നീതി ആയോഗ് പ്രവർത്തനം ആരംഭിച്ചത്. ആരെല്ലാമാണ് നീതി ആയോഗിലെ അംഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അധ്യക്ഷൻ അഥവാ ചെയർമാൻ, ഉപാധ്യക്ഷൻ അഥവാ ഡെപ്യൂട്ടി ചെയർമാൻ, മുഴുവൻ സമയ അംഗങ്ങൾ അഥവാ ഫുൾ ടൈം മെമ്പേഴ്സ്, അനൗപചാരിക അംഗങ്ങൾ അഥവാ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, പ്രത്യേക ക്ഷണിതാക്കൾ അഥവാ സ്പെഷ്യൽ ഇൻവൈറ്റീസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവർ അടങ്ങുന്നതാണ് നീതി ആയോഗ്. അപ്പോൾ നീതി ആയോഗിലെ അംഗങ്ങൾ ആരെല്ലാമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, ഫുൾ ടൈം മെമ്പേഴ്സ് അഥവാ മുഴുവൻ സമയ അംഗങ്ങൾ, അനൗപചാരിക അംഗങ്ങൾ അഥവാ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, പ്രത്യേക ക്ഷണിതാക്കൾ അഥവാ സ്പെഷ്യൽ ഇൻവൈറ്റീസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവർ അടങ്ങുന്നതാണ് നീതി ആയോഗ്. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെയും അധ്യക്ഷൻ. നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആയിരുന്നു. ആദ്യത്തെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ഡെപ്യൂട്ടി ചെയർമാൻ അരവിന്ദ് പനഗരിയ ആയിരുന്നു. ആദ്യത്തെ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിന്ധുശ്രീ ഖുള്ളർ ആയിരുന്നു. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അഥവാ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അഥവാ ചെയർമാൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ അഥവാ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജീവ് കുമാർ ആണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ കറന്റ് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജീവ് കുമാർ ആണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒ ആരാണ്? അമിതാഭ് കാന്ത് ആണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നീതി ആയോഗിലെ മുഴുവൻ സമയ അംഗങ്ങൾ അഥവാ ഫുൾ ടൈം മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇനി മനസ്സിലാക്കാം. ശ്രീ വി കെ സാരസ്വത്, പ്രൊഫസർ രമേശ് ചന്ദ്, ഡോക്ടർ വി കെ പോൾ എന്നിവരാണ് നീതി ആയോഗിലെ മുഴുവൻ സമയ അഥവാ ഫുൾ ടൈം മെമ്പേഴ്സ്. നീതി ആയോഗിന് ഒരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ട്. പ്ലാനിംഗ് കമ്മീഷനോട് ഒപ്പം പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ ദേശീയ വികസന സമിതി. അതുപോലെ നീതി ആയോഗിനോട് ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഗവേണിംഗ് കൗൺസിൽ. ആരൊക്കെയാണ് ഗവേണിംഗ് കൗൺസിലിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സ്പെഷ്യൽ ഇൻവൈറ്റീസ്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ഫുൾ ടൈം മെമ്പേഴ്സ്, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവർ ഉൾപ്പെടുന്നതാണ് ഗവേണിംഗ് കൗൺസിൽ. അപ്പോൾ ഗവേണിംഗ് കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ആരൊക്കെയാണ് ഗവേണിംഗ് കൗൺസിലിൽ ഉൾപ്പെടുന്നത്? അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, അനൗപചാരിക അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ, മുഴുവൻ സമയ അംഗങ്ങൾ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവർ ഉൾപ്പെടുന്നതാണ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ. ഇനി നമുക്ക് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രബല മധ്യവർഗത്തെ അഥവാ മിഡിൽ ക്ലാസിനെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം
സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്തുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളായി വളർത്തുക, ആഗോള മാറ്റങ്ങളെയും വിപണി ശക്തികളെയും നേരിടാൻ രാജ്യത്തെ സജ്ജമാക്കുക എന്നിവയൊക്കെയാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. മറ്റൊരു പോയിന്റ് ഇതാണ്, നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. ഇനി നമുക്കൊരു പഠന പ്രവർത്തനം ചെയ്യാം. ഉപദേശക സമിതിയും നിയമാനുസൃത സമിതിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കണ്ടെത്തൂ. അഡ്വൈസറി ബോഡിയും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കൂ. ഉപദേശക സമിതിയും നിയമാനുസൃത സമിതിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് കരുതുന്നു. എന്താണ് വ്യത്യാസം? ഉപദേശക സമിതി അഥവാ അഡ്വൈസറി ബോഡി എന്ന് പറയുന്നത് മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ, ഒരു റെസല്യൂഷനിലൂടെ രൂപീകരിക്കുന്ന സമിതിയാണ്. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമാനുസൃത സമിതി എന്ന് പറയുന്നത് ഒരു നിയമം വഴി രൂപീകരിക്കുന്ന ഒരു സമിതിയാണ് നിയമാനുസൃത സമിതി അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതായത് ഒരു നിയമത്തിന്റെ പിൻബലം എപ്പോഴും സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് ഉണ്ടായിരിക്കും. ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടുന്നതിനും ചില പ്രത്യേക പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ട ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനു വേണ്ടിയാണ് ഉപദേശക സമിതികൾ രൂപീകരിക്കുന്നത്. ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്താൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ആസൂത്രണ കമ്മീഷനെ കുറിച്ചും നീതി ആയോഗിനെ കുറിച്ചുമാണ് മനസ്സിലാക്കിയത്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന സ്ഥാപനങ്ങളാണ് പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകൃതമായത്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തി കൈവരിക്കാൻ വേണ്ട പദ്ധതികൾ തയ്യാറാക്കാനാണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത്. ഒരു പ്രമേയത്തിലൂടെയാണ് കേന്ദ്രമന്ത്രിസഭ പ്ലാനിംഗ് കമ്മീഷന് രൂപം നൽകിയത്. പ്ലാനിംഗ് കമ്മീഷൻ ഭരണഘടനാ പദവി ഇല്ലാത്ത സ്ഥാപനമാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, കേവലം ഒരു അഡ്വൈസറി ബോഡി മാത്രമാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. അധ്യക്ഷനും ഉപാധ്യക്ഷനും കേന്ദ്രമന്ത്രിസഭ നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് പ്ലാനിംഗ് കമ്മീഷൻ. മാത്രമല്ല, പ്ലാനിംഗ് കമ്മീഷനോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ ദേശീയ വികസന സമിതി. വികസന പദ്ധതികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും വികസന പദ്ധതികൾ അംഗീകരിക്കുന്നതിനുമുള്ള സ്ഥാപനമാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ ദേശീയ വികസന സമിതി. സോവിയറ്റ് യൂണിയൻ നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യയും സ്വീകരിച്ചത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ആ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. പഞ്ചവത്സര പദ്ധതികളായിട്ടാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത്. എന്താണ് പഞ്ചവത്സര പദ്ധതികൾ? ഒരു പ്രത്യേക മേഖലയ്ക്ക് ഊന്നൽ നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2014 പ്ലാനിംഗ് കമ്മീഷൻ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പ്ലാനിംഗ് കമ്മീഷന് ശേഷം നിലവിൽ വന്ന സ്ഥാപനമാണ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. 2015 ജനുവരി 1 മുതലാണ് നീതി ആയോഗ് പ്രവർത്തനം ആരംഭിച്ചത്. നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ഫുൾ ടൈം മെമ്പേഴ്സ്, സ്പെഷ്യൽ ഇൻവൈറ്റീസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവർ അടങ്ങുന്നതാണ് നീതി ആയോഗ്. അപ്പോൾ നീതി ആയോഗിന് ഒരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ട്. ഈ ഗവേണിംഗ് കൗൺസിലിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, ഫുൾ ടൈം മെമ്പേഴ്സ്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, സ്പെഷ്യൽ ഇൻവൈറ്റീസ്, സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവർ ഉൾപ്പെടുന്നതാണ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ചും നീതി ആയോഗിനെ കുറിച്ചും ഏതാനും വിവരങ്ങൾ മനസ്സിലാക്കി അല്ലെ. ഇനി നിങ്ങൾക്കൊരു തുടർ പ്രവർത്തനം തരികയാണ്. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ അഥവാ ഡെപ്യൂട്ടി ചെയർമാൻമാരുടെ പേരുകൾ നിങ്ങളൊന്ന് കണ്ടെത്തൂ. ഇതാണ് നിങ്ങൾക്കുള്ള തുടർ പ്രവർത്തനം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.